പാർട്ട് 3 വീഡിയോയിലും മുൻവർഷത്തെ ചോദ്യപേപ്പർ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ചിത്രം വിശകലനം ചെയ്ത് ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതിയുടെ അടിസ്ഥാനത്തിൽ താഴെ നൽകുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അനലൈസ് ദ ഫിഗർ ആൻഡ് ആൻസർ ടു ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദി ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി അനുസരിച്ചിട്ടൊക്കെയാണ് ഇവിടെ ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്, അതൊക്കെ ചെയ്യാനുള്ളത്. എ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ മിറർ ഇക്വേഷൻ, ദർപ്പണ സമവാക്യം എഴുതുക. അത് നമുക്കറിയാവുന്നതാണ്. എ അതിന്റെ ആൻസർ 1/u + 1/v = 1/f. അത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അതാണ് ദർപ്പണ സമവാക്യം, മിറർ ഇക്വേഷൻ. ബി ക്വസ്റ്റ്യൻ, എ ലാർജ് വിർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ഈസ് ഫോംഡ് ബൈ ദി മിറർ. കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ഫ്രം പോൾ ടു ഇമേജ്. വലുതും നിവർന്നതുമായ ഒരു മിഥ്യാപ്രതിബിംബം, വലുതും നിവർന്നതുമായിട്ടുള്ള ഒരു മിഥ്യാപ്രതിബിംബം ദർപ്പണം രൂപപ്പെടുത്തുന്നു എങ്കിൽ പോളിൽ നിന്നും പ്രതിബിംബത്തിലേക്കുള്ള അകലം കണ്ടെത്തുക. ഈ പോളിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള അകലമാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ ഇവിടെ ചിത്രം വിശകലനം ചെയ്ത ഇവിടെ കോൺകേവ് മിറർ ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇവിടെ ഒബ്ജക്റ്റ് ആണ് OB എന്നുള്ളത്. അപ്പൊ പോളിൽ നിന്നും ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം, അതായത് മിററിൽ നിന്നും ഒബ്ജക്റ്റ് വസ്തുവിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഇവിടെ 40 സെന്റിമീറ്റർ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഫോക്കസ് ദൂരം, മിററിൽ നിന്നും ഫോക്കസിലേക്കുള്ള ദൂരമാണ് ഫോക്കസ് ദൂരം, അത് 80 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. OB ഒബ്ജക്റ്റ് ആണ്, IM എന്ന് പറയുന്നത് ഇമേജുമാണ്, അതായത് പ്രതിബിംബവുമാണ്. അപ്പൊ ആ ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി അനുസരിച്ചിട്ട് പറയുന്നത് എന്താ കണ്ടുപിടിക്കാനാ? പ്രതിബിംബത്തിലേക്കുള്ള അകലം. വസ്തുവിലേക്കുള്ള അകലം എന്ന് പറയുമ്പോൾ U ആണ്, പ്രതിബിംബത്തിലേക്ക് ഉള്ള അകലം എന്ന് പറയുന്നത് V ആണ്. അപ്പൊ ആ V കണ്ടെത്താനാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ മിറർ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ നമുക്കത് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള വിലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം മിററിന് ഇടതുവശത്തേക്ക് ആണ് നമ്മുടെ ഒബ്ജക്റ്റിലേക്കുള്ള വസ്തുവിലേക്കുള്ള ദൂരം 40 സെന്റിമീറ്റർ. അപ്പോൾ നമ്മൾ U = -40 സെന്റിമീറ്റർ എന്ന് കൊടുക്കുന്നു ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി അനുസരിച്ച്. അതേപോലെ തന്നെ കോൺകേവ് ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം, ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് മൈനസ് സൈൻ ആയിരിക്കും, അപ്പോൾ -80 സെന്റിമീറ്റർ ആണത്. അപ്പോൾ ഇവിടെ F പിന്നെ Uവും തന്നിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്? പ്രതിബിംബത്തിലേക്കുള്ള അകലമാണ്, അതായത് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്കത് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പൊ ഈ പ്രതിബിംബം എന്ന് പറയുന്നതിനെ സൂചിപ്പിക്കുന്ന, അതായത് ഇമേജിനെ സൂചിപ്പിക്കുന്ന അക്ഷരം V ആണ്. അപ്പൊ ഈ 1/u + 1/v = 1/f എന്നുള്ളിടത്തുനിന്ന് 1/v നമ്മൾ അവിടെ തന്നെ നിർത്തിയിട്ട് ഈക്വലിന്റെ റൈറ്റ് സൈഡ് 1/f ആണ്, അവിടേക്ക് 1/u കൊണ്ടുപോകുന്നു. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ അത് -1/u ആയി മാറും. എന്നിട്ട് എഫിന്റെയും, അതായത് 1/f-ഉം 1/u-ഉം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇക്വേഷൻ ഇങ്ങനെ കിട്ടും, u - f/uf. അപ്പൊ 1/v ആണ് അത്. അതുകൊണ്ട് റെസിപ്രോക്കൽ, അതിന്റെ റെസിപ്രോക്കൽ 1/v-യുടെ v ആണ് = ഇതിന്റെ റെസിപ്രോക്കൽ എഴുതുന്നു uf/u - f. എന്നിട്ട് വാല്യൂസ്, ഇവിടെ എഴുതിയിട്ടുള്ള വാല്യൂസ് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. u എന്ന് പറയുന്നത് -40 ആണ്, ഇൻറ്റു f എന്ന് പറയുന്നത് -80 ആണ്, ഡിവൈഡഡ് ബൈ u - f, -40 - -80. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. 80 × 40 3200, ഡിവൈഡഡ് ബൈ, ഇവിടെ ഡിഫറൻസ് ആണ്, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരുമ്പോൾ ഡിഫറൻസ് കണ്ട് ആണ് എഴുതേണ്ടത്. ഡിഫറൻസ് കണ്ടിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നമാണ് എഴുതേണ്ടത്. അപ്പോൾ 80-ൽ നിന്ന് 40 കുറച്ചിട്ട് എത്ര കിട്ടും? 40 തന്നെ കിട്ടും. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, അപ്പോൾ +80 ആണ് വരുന്നത്. അതുകൊണ്ട് ഇവിടെയും പ്ലസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് +80 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ +80 സെന്റിമീറ്റർ, അതായത് V എന്ന് പറയുന്നത്. പ്രതിബിംബത്തിലേക്കുള്ള അകലം V +80 സെന്റിമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡയഗ്രാം റെപ്രസെന്റ്സ് ആൻ ഇൻസിഡന്റ് റേ ഫോളിംഗ് ഓൺ എ plain mirror. A question, find the incident angle using the given diagram. B question, state the law of reflection. ഒരു സമതല ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുന്നതാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു സാധാരണ മുഖം നോക്കുന്ന കണ്ണാടിയിലേക്ക് ഒരു പ്രകാശരശ്മി, ഒരു ഇൻസിഡന്റ് റേ പതിക്കുന്നതാണ് ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. A question, ചിത്രത്തിൽ നിന്നും പ്രകാശരശ്മിയുടെ പതന കോൺ എത്രയെന്ന് കണ്ടുപിടിക്കുക. ഇൻസിഡന്റ് ആംഗിൾ ഓഫ് ഇൻസിഡന്റ് അത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം, പതനകോൺ. ബി ക്വസ്റ്റ്യൻ, പ്രതിപതന നിയമങ്ങൾ പ്രസ്താവിക്കുക. ലോ ഓഫ് റിഫ്ലക്ഷൻ എന്തൊക്കെയാണെന്നുള്ളത് എഴുതുകയും വേണം. അപ്പോൾ ആൻസർ A
നമുക്ക് നോക്കാം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് കാണേണ്ടത്. അതായത് പ്രകാശരശ്മിയുടെ പതന കോൺ എത്ര ആണെന്നാണ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ സമതല ദർപ്പണത്തിൽ നോക്കുമ്പോൾ അത് എന്താണ് ലംബമായിട്ടാണ് നിൽക്കുന്നത്, 90 ഡിഗ്രി ആണെന്ന് നമ്മൾ മനസ്സിൽ കരുതുക. ഇവിടെ തന്നിട്ടുള്ള ആംഗിൾ 30 ഡിഗ്രി ആണ്. അപ്പൊ പതന കോൺ എത്രയാണെന്ന് ചോദിച്ചാൽ 90 - 30 എത്ര ആയിരിക്കും? 60 ഡിഗ്രി ആംഗിൾ ആയിരിക്കും പ്രകാശരശ്മി പതിക്കുന്ന ഒരു ആംഗിൾ എന്ന് പറയുന്നത്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അതേപോലെ പ്രതിപതന നിയമങ്ങൾ, ലോ ഓഫ് റിഫ്ലക്ഷൻ ഏതാന്ന് ചോദിച്ചാൽ പതനകോണും പ്രതിപതന കോണും, പതിക്കുന്നതും പ്രതിപതിച്ചു പോകുന്ന കോണും എപ്പോഴും തുല്യമായിരിക്കും. അതേപോലെ പതനരശ്മി, പ്രതിപതിച്ചു പോകുന്ന പ്രതിപതന രശ്മി, ലംബം, ആ തലത്തിൽ നേരെ വരയ്ക്കുന്ന ലംബം, ഇവയെല്ലാം ഒരേ തലത്തിലായിരിക്കും. അതാണ് പ്രതിപതന നിയമങ്ങൾ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ ഈക്വൽ. The incident ray and reflected ray and normal are in the same plane. ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും നോർമൽ ലംബവും ഒക്കെ സെയിം പ്ലെയിനിലായിരിക്കും വരുന്നത്. അതിനെ നമ്മൾ ലോ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഈ ഇത്രയും പോയിന്റ് അതിനുള്ളിൽ ഉണ്ടാവണം. അപ്പോൾ ഈ സമതല ദർപ്പണവുമായിട്ട് പ്ലെയിൻ മിററുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതേപോലെ ചോദിക്കാം. അതേപോലെ തന്നെ നിങ്ങൾ ആ പ്രതിബിംബങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് ഇമേജസ് ഒക്കെ ചിലപ്പോൾ ഇതിൽ ചോദിച്ചേക്കാം. തീറ്റയുടെ വാല്യൂ തന്നിട്ട് അത് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ആൻസർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു കോൺകേവ് ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ ആവർധനം -1 ആണെങ്കിൽ എ ക്വസ്റ്റ്യൻ വസ്തുവിന്റെ സ്ഥാനം എവിടെ ആയിരിക്കും, ബി പ്രതിബിംബത്തിന്റെ സ്ഥാനം എവിടെ ആയിരിക്കും, സി പ്രതിബിംബത്തിന്റെ 2 പ്രത്യേകതകൾ എഴുതുക. ഇഫ് ദ മാഗ്നിഫിക്കേഷൻ ഓഫ് ദി ഇമേജ് ഫോംഡ് ബൈ എ കോൺകേവ് മിറർ ഈസ് -1, A question, what will be the position of the object? B, what will be the position of the image? C, write 2 characteristics of image. അപ്പോൾ ആവർധനം, അതായത് മാഗ്നിഫിക്കേഷൻ 1 ആണെങ്കിൽ, കോൺകേവ് ദർപ്പണമാണ്, കോൺകേവ് മിററാണ്, അത് ഫോം ചെയ്യുന്ന ഇമേജിന്റെ പ്രതിബിംബത്തിന്റെ ആവർധനം മാഗ്നിഫിക്കേഷൻ -1 ആണെങ്കിൽ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ, വസ്തുവിന്റെ സ്ഥാനം 2F അറ്റ് 2F. ഇനി ബി ക്വസ്റ്റ്യൻ, പ്രതിബിംബത്തിന്റെ സ്ഥാനം എവിടെ ആയിരിക്കും? പ്രതിബിംബം എന്ന് പറയുമ്പോൾ ഇമേജ് ആണ്, ഇമേജിന്റെ സ്ഥാനവും എവിടെ തന്നെ ആയിരിക്കും? 2F തന്നെ ആയിരിക്കും. ഇനി ആ പ്രതിബിംബത്തിന് നമുക്ക് കിട്ടുന്ന ഇമേജിന്റെ 2 പ്രത്യേകതകൾ, 2 ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനാണ് പറയുന്നത്. ഇൻവേർട്ടഡ് ആയിരിക്കും, റിയൽ ആയിരിക്കും, അതായത് തല കീഴായതും യഥാർത്ഥവുമായ പ്രതിബിംബമായിരിക്കും നമുക്ക് ലഭിക്കുക. ഇനി നമുക്ക് കുറച്ച് 1 വേർഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ഡിസ്പെർഷൻ ഓഫ് ലൈറ്റ്? പ്രകാശ പ്രകീർണനത്തിന് കാരണമെന്ത്? നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഡിസ്പെർഷൻ ഓഫ് ലൈറ്റ്. അതായത് ഒരു ലെൻസ്, ഒരു പ്രിസത്തിൽ കൂടി ഒരു റേ ഓഫ് ലൈറ്റ് കടന്നു പോകുമ്പോൾ, ഒരു പ്രകാശരശ്മി കടന്നു പോകുമ്പോൾ അത് 7 വർണ്ണങ്ങളായിട്ട് പിരിയുന്ന ആ ഒരു പ്രതിഭാസമാണ് ഡിസ്പെർഷൻ ഓഫ് ലൈറ്റ് എന്ന് നിങ്ങൾക്ക് അറിയാം, പ്രകാശ പ്രകീർണനം. അപ്പൊ അതിന് കാരണമായിട്ടുള്ള ഒരു ഫിനോമിനൻ ഉണ്ട്, ഒരു പ്രതിഭാസമുണ്ട്. അത് ഏതാണെന്നാണ് ചോദിക്കുന്നത്, അതിന്റെ കാരണം. അതിന് ഓപ്ഷൻ അവർ തന്നേക്കുന്നത് സ്കാറ്ററിങ്, അതായത് വിസരണം, റിഫ്രാക്ഷൻ അപവർത്തനം, റിഫ്ലക്ഷൻ പ്രതിപതനം. അപ്പൊ നമുക്ക് ഡിസ്പെർഷന്, പ്രകീർണനത്തിന് കാരണമായ ഒരേ ഒരു വസ്തുത എന്ന് പറയുമ്പോൾ റിഫ്രാക്ഷൻ ആണ്, അതായത് അപവർത്തനം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപവർത്തനം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് വ്യതിയാനം ഉണ്ടാവും, അതാണ് അപവർത്തനം. അപ്പൊ ഇതിന്റെ ആൻസർ റിഫ്രാക്ഷൻ അല്ലെ, അപവർത്തനം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ അവർ കൺട്രി AC ജനറേറ്റഡ് ഇൻ ഡാഷ് വോൾട്ടേജ്. നമ്മുടെ രാജ്യത്തെ AC ഉൽപ്പാദിപ്പിക്കുന്നത് ഡാഷ് വോൾട്ടതയിലാണ്. അപ്പോൾ AC എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, പ്രത്യാവർത്തി ധാരാ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എത്ര വോൾട്ടതയിലാണെന്നാണ്. ആൻസർ 11,000 വോൾട്ട്, 11,000 വോൾട്ട്, അല്ലെങ്കിൽ 11 kV, 11 കിലോ വോൾട്ടിലായിരിക്കും വൈദ്യുതി AC വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ വോൾട്ടത. ഇനി അടുത്ത ചോദ്യം, വിച്ച് ലെൻസ് ഓൾവേസ് ഫോം ഡിമിനിഷ്ഡ് ആൻഡ് വിർച്വൽ ഇമേജ്? ചെറുതും മിഥ്യയുമായ പ്രതിബിംബം ഉണ്ടാക്കുന്ന ലെൻസ് ഏതാണ്? നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. അതിൽ കോൺകേവ് ലെൻസ് ആണ് എപ്പോഴും ചെറിയ ഇമേജും അതേപോലെ തന്നെ മിഥ്യമായിട്ടുള്ള, മിഥ്യ എന്ന് പറയുമ്പോൾ ഒരു പ്രതലത്തിൽ പതിപ്പിക്കാൻ പറ്റാത്ത പ്രതിബിംബത്തെയാണ് നമ്മൾ മിഥ്യാ പ്രതിബിംബം അല്ലെങ്കിൽ വിർച്വൽ ഇമേജ് എന്ന് പറയും. അപ്പൊ ചെറുതും ഡിമിനിഷ്ഡും, അതായത് ഡിമിനിഷ്ഡും വിർച്വലുമായിട്ടുള്ള ഇമേജ്, ചെറുതും മിഥ്യയുമായിട്ടുള്ള പ്രതിബിംബം ഉണ്ടാക്കുന്ന ലെൻസ് ആണ് കോൺകേവ് ലെൻസ്. അടുത്ത ചോദ്യം, നെയിം ദ മിറർ വിച്ച് ഈസ് യൂസ്ഡ് ആസ് എ റിയർ വ്യൂ മിറർ. റിയർ വ്യൂ മിററായി വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതെന്നാണ് ചോദ്യം.
നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ബസ്സിന്റെ ഒക്കെ രണ്ട് വശങ്ങളിലുമായിട്ട് റിയർ വ്യൂ മിറർ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. മിററിനെ നമ്മൾ ഈ വേർഡാണ് യൂസ് ചെയ്യുന്നത്, റിയർ വ്യൂ മിറർ. അതിന് ഉപയോഗിക്കുന്ന ഒരു ദർപ്പണമാണ് നമ്മൾ അതിന് ഉപയോഗിക്കുന്നത്, ലെൻസ് അല്ല. അപ്പോൾ ആ ദർപ്പണം ഏതാണെന്നാണ് ചോദ്യം. ആൻസർ കോൺവെക്സ് മിറർ, കോൺവെക്സ് ദർപ്പണം. അടുത്തൊരു എന്താണ് റിലേഷൻ വെച്ചിട്ട് ഫില്ല് ചെയ്യാനുള്ളതാണ് ബയോഗ്യാസ്, മീഥെയിൻ, LPG ഡാഷ്. ബയോഗ്യാസ്, മീഥെയിൻ, LPG ഡാഷ് എന്ന് പറഞ്ഞാൽ ബയോഗ്യാസിലെ പ്രധാന ഘടകം മീഥെയിൻ ആണ്. LPGയിലെ പ്രധാന ഘടകം ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ബയോഗ്യാസിൽ മീഥെയിൻ ആണെങ്കിൽ LPGയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് 3 ഘടകങ്ങളാണ് ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബ്യൂട്ടെയിൻ. ആൻസർ എന്താണ്? ബ്യൂട്ടെയിൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഫ്രീക്വൻസി ഓഫ് AC ജനറേറ്റഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്ന AC ആവൃത്തി എന്ത്? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് ഇവിടെ ആവൃത്തി അല്ല, വോൾട്ടേജ്, വോൾട്ടതയാണ്. ഇവിടെ ചോദിച്ചേക്കുന്നത് AC ആവൃത്തി, ഫ്രീക്വൻസി എത്രയാണെന്നാണ്. അപ്പോൾ അതിന്റെ ആൻസർ 50 ഹെഡ്സ് ആണ്, 50 ഹെഡ്സ്. ഹെഡ്സ് എന്ന് പറയുമ്പോൾ ആവൃത്തിയുടെ യൂണിറ്റ് ആണ് ഹെഡ്സ്. യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസീസ് ഹെഡ്സ്. ഇത് ഇങ്ങനെ യൂണിറ്റ് ആയിട്ടും ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബന്ധം കണ്ടെത്തി പദജോടി പൂർത്തിയാക്കുക. ഫൈൻഡ് ദ റിലേഷൻ ആൻഡ് കംപ്ലീറ്റ് ദി വേർഡ് പെയർ. ഇലക്ട്രിക് ബൾബ്, ലൈറ്റിംഗ് ഇഫക്റ്റ്, അതായത് പ്രകാശഫലം. സോൾഡറിങ് അയൺ ഡാഷ്. അപ്പോൾ ഇലക്ട്രിക് ബൾബിന് പ്രകാശത്തിന്റെ ഫലമാണ് പ്രയോജനപ്പെടുത്തുന്നത് എങ്കിൽ, ലൈറ്റിംഗ് ഇഫക്റ്റ് ആണെങ്കിൽ സോൾഡറിങ് അയണിന് ഏത് ഇഫക്റ്റ് ആയിരിക്കും? ആൻസർ ഹീറ്റിംഗ് ഇഫക്റ്റ്. താപഫലം കൊണ്ടാണ് സോൾഡറിങ് അയൺ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി, ഇൻ വിച്ച് കളർ ഡസ് ന്യൂട്ടൺസ് കളർ ഡിസ്ക് അപ്പിയർ വെൻ റൊട്ടേറ്റഡ് ഫാസ്റ്റ്? വാട്ട് പ്രോപ്പർട്ടി ഓഫ് ദ ഐ മേക്സ് ദിസ് പോസിബിൾ? ന്യൂട്ടന്റെ വർണ്ണപ്പമ്പരം വേഗത്തിൽ കറക്കുമ്പോൾ ഏത് നിറത്തിൽ കാണപ്പെടുന്നു? കണ്ണിന്റെ ഏത് ഗുണമാണ് ഇത് സാധ്യമാക്കുന്നത്? നിങ്ങൾക്ക് അറിയാവുന്നതാണ് ന്യൂട്ടന്റെ വർണ്ണപ്പമ്പരം എന്ന് പറയുമ്പോൾ അതില് 7 നിറങ്ങൾ ഉണ്ടായിരിക്കും. ഒരേ ലെവലിൽ 7 നിറങ്ങൾ പെയിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ നല്ല സ്പീഡിൽ കറക്കി കഴിഞ്ഞാൽ അത് ഏത് നിറത്തിലായിരിക്കും കാണപ്പെടുന്നത്? വെള്ള നിറത്തിൽ, വൈറ്റ് കളറിലായിരിക്കും അത് കാണപ്പെടുന്നത്. അപ്പൊ അത് അങ്ങനെ നമ്മുടെ കണ്ണിന്റെ ഒരു സവിശേഷ ഗുണം കൊണ്ടാണ് അങ്ങനെ വെള്ള നിറത്തിൽ കാണുന്നത്. ആ കണ്ണിന്റെ ഏത് ഗുണമാണ് ഇത് സാധ്യമാക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. വാട്ട് പ്രോപ്പർട്ടി ഓഫ് ദ ഐ മേക്സ് ദിസ് പോസിബിൾ? അതിന്റെ ആൻസർ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ, വീക്ഷണ സ്ഥിരത എന്നാണ്. വീക്ഷണ സ്ഥിരത എന്താണ്? വീക്ഷണ സ്ഥിരത എന്ന് പറഞ്ഞാൽ നമ്മളൊരു വസ്തുവിനെ നോക്കുമ്പോൾ അതിന്റെ ദൃശ്യം നമ്മുടെ കണ്ണിൽ 16 സെക്കൻഡ് സമയത്തേക്ക് തങ്ങി നിൽക്കും. കണ്ണിന്റെ കഴിവിനെ വിളിക്കുന്നതാണ് ഈ വീക്ഷണ സ്ഥിരത അല്ലെങ്കിൽ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഏത് വസ്തുവിനെ നോക്കിയാലും 16 സെക്കൻഡ്, 1/16 സെക്കൻഡ് ടൈമിൽ നമ്മുടെ കണ്ണിൽ അതിങ്ങനെ പതിഞ്ഞു നിൽക്കും. അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അടുത്ത കളറിൽ നമുക്ക് അതായത് അറിയാൻ സാധിക്കുക. അപ്പൊ ആ ഒരു ശരിക്കും ഉള്ള ഒരു ഫിനോമിനൻ ആണ് എന്ത്? വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത്, റെസിസ്റ്റൻസ് ഓഫ് വിഷൻ. അങ്ങനെയുള്ള കണ്ണിന്റെ ഗുണം, ആ ഒരു പ്രോപ്പർട്ടി കൊണ്ടാണ് നമുക്ക് ന്യൂട്ടന്റെ ഡിസ്ക് വേഗത്തിൽ കറങ്ങുമ്പോൾ വെള്ള നിറത്തിൽ കാണപ്പെടുന്നത്. 7 നിറങ്ങളുള്ളതായിരിക്കും അത്, പക്ഷേ കാണപ്പെടുന്നത് വൈറ്റ് കളറിലായിരിക്കും വേഗത്തിൽ കറക്കുമ്പോൾ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ട് ഓഫ് ദി അപ്ലയൻസസ് ഇസ് കണക്റ്റഡ് ടു ദി പിൻ ഇ ഓഫ് ദ 3-pin പ്ലഗ്? 3-pin പ്ലഗിലെ ഇ എന്ന പിൻ ഉപകരണത്തിന്റെ ഏത് ഭാഗവുമായിട്ടാണ് ബന്ധിപ്പിക്കേണ്ടത്? 3-pin എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിലൊരു 3 പിന്നുകൾ ഉണ്ടാകും. അതില് ഒരു വണ്ണം കൂടിയതും നീളം കൂടിയതുമായ ഒരു പിന്നുണ്ട്. അതിനെ നമ്മൾ ഇ എന്ന് പറയുന്നത് എർത്ത് പിൻ എന്നാണ്. അപ്പൊ അത് ഈ നമ്മൾ ഏത് ഉപകരണമാണോ ആ ഉപകരണത്തിന്റെ ഏത് ഭാഗവുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിന്റെ ആൻസർ മെറ്റൽ പാർട്ട്, ലോഹഭാഗം. മലയാളം മീഡിയങ്ങൾക്ക് ലോഹ ചട്ടക്കൂടെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ അയൺ ബോക്സിന്റെ ഒക്കെ ആണെങ്കിൽ അതിന്റെ മെറ്റൽ പാർട്ടിലേക്കായിരിക്കും 3-pin പ്ലഗിന്റെ എർത്ത് പിൻ കണക്ട് ചെയ്യുക, മെറ്റൽ പാർട്ടിലേക്ക്.